മഴക്കാലത്തിൽ മഴ പെയ്തതിന്റെ ഭാഗമായി കളമശ്ശേരിയുടെ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടുകളാൽ നിറഞ്ഞ് ജനജീവിതം ദുസ്സഹമായ ചരിത്രം നാം മറന്നതില്ല. തുടർന്ന് നഗരസഭയുടെ വിവിധ മേഖലകളിൽ മാലിന്യം കൂമ്പാരമായി കൊണ്ടുപോയതിന്റെ ഭാഗമായി ഇന്ന് ജനജീവിതം രോഗതുല്യമായി മാറുകയാണ്. ഇന്ന് കളമശ്ശേരിയുടെ വിവിധ മേഖലകളിൽ ഡെങ്കിപ്പനിയില ജനങ്ങൾ വലയുമ്പോൾ ഇതിനെതിരെ മുഖം തിരിച്ചു നിന്നുകൊണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ മാർച്ചുകൾ ചേർന്നിരിക്കുകയാണ്. തുടർന്ന് CPM ജില്ലാ സെക്രട്ടറി സഖാവ് ജോർജ് പാണ്ഡെ സംസാരിക്കുന്നു. മറുപടി പറയൂ കോൺഗ്രസ്, മറുപടി പറയൂ മുസ്ലിം ലീഗ്. ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, ഇൻക്ലാബ് 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 സിന്ദാബാദ്. ഈ ചുമതല നിർവഹിക്കുക എന്നതിനപ്പുറമായി മറ്റൊരു ചുമതലയും പ്രത്യേകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണ്ട. പക്ഷെ നമ്മുടെ നാട്ടിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണാധികാര ലക്ഷ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ കൈമറിയുന്ന പലതും അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പലപ്പോഴും ആസൂത്രണവും അതുപോലെ തന്നെ പദ്ധതികൾ അതിൻ്റെ വിഭാവന ചെയ്യുന്നത്. ഇപ്പോൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ആരോട് ചോദിച്ചാലും പറയും, അതൊന്ന് ഇവിടെ മാലിന്യ ശേഖരണം HMTക്കപ്പുറമുള്ള HMT ജംഗ്ഷനപ്പുറമുള്ള പ്രീമിയറിനപ്പുറമുള്ള സ്ഥലത്ത് കേരളത്തിലുടനീളം കൗൺസിലർ. അപ്പൊ UDF-ഉം BJP-യും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. അവർക്ക് ആളുകൾക്ക് ഡെങ്കിപ്പനി വന്നാലും മലമ്പനി വന്നാലും മഞ്ഞപ്പിത്തം ബാധിച്ചാലും ഒരു പ്രശ്നമില്ല. നേരത്തെ ഗുജറാത്തിൽ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ അസൈനാരും പറഞ്ഞതുപോലെ 10:30 വരിക, ആ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ചായ കുടിക്കുക, കൃത്യം 12 മണിക്ക് ഊണ് കഴിക്കുക, 3 മണിയാകുമ്പോൾ ചായ കുടിക്കുക, 4 മണിക്ക് വീട്ടിൽ പോകും. ഈ ഗതിയിലേക്ക് കളമശ്ശേരി നഗരസഭയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ അകത്ത് വീതം വെച്ചുകൊണ്ട് നഗരസഭയുടെ ആരോഗ്യ മേഖലയിൽ നൽകേണ്ട ഫണ്ടുകൾ പോലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറുമ്പോൾ ഇതിനെതിരെ ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് CPM ഇനിയും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. ആ കെട്ടിടത്തിനകത്ത് നിന്ന് മലം ഒലിച്ച് നിങ്ങൾ കണ്ടത് അവിടെ പോയി നോക്ക്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മറ്റുള്ളവരുണ്ട്, എന്നെ കേൾക്കുന്ന ഈ നഗരസഭയ്ക്കകത്ത് ഉദ്യോഗസ്ഥരുണ്ട്. കഴിഞ്ഞ ദിവസം ഭാഗ്യവശാൽ ഈ അപ്പി വന്ന് വീണത് ആരോഗ്യ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരെ HIയുടെ തലയിലായിരുന്നു എന്നാണ് HI കഴിഞ്ഞ ദിവസം. പുള്ളിക്ക് അറിയില്ലായിരുന്നു അതിനകത്ത് വന്ന് വീഴുന്ന അപ്പിയാണെന്ന്. അങ്ങനെയാണ് നഗരസഭാ ഭരണത്തിന്റെ സ്ഥിതി. അവനവരിക്കുന്ന കെട്ടിടത്തിനകത്ത് വരുന്ന മാലിന്യം, മലം ജനങ്ങളുടെ തലയിലേക്ക് വീഴ്ത്തുന്ന ഭരണസഭാ സമിതിയാണ് ഇവിടെ വന്നത്. ഇത് നാട്ടിലെ കാര്യം അവർക്ക് അന്വേഷിക്കാൻ പറ്റും. 12 പേർക്ക് നേരത്തെ ജോസഫ് പറഞ്ഞു, 12 പേർക്ക് ഡെങ്കി ബാധി. എന്താ ഡെങ്കിപ്പനി എന്ന് പറയുന്നത്? ഏറ്റവും മാരകമായ വൈറസാണെന്ന് പറയുന്നത്. മനുഷ്യനെ കൊന്നൊടുക്കാൻ പോകുന്ന ശേഷി, മാരക ശേഷി ആ പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെ നമുക്ക് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നു. നഗരസഭാ ഭരണം നടത്തുന്ന ആരോഗ്യ വിഭാഗത്തിന്റെ മൂക്കിന് കീഴെന്നല്ല, അവന്റെ തലയ്ക്ക് മീതെയും മൂക്കിന് കീഴെയും മനുഷ്യനെ കൊല്ലാൻ പോകുന്ന വൈറസുകളെ ഉത്പാദിപ്പിച്ച് അത് ജനങ്ങൾക്ക്
ആ പള്ളിയുടെ ആളുകളുടെ പ്രദേശമാണ് ഈ സാംക്രമിക രോഗങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇവിടെ എന്തിൻ്റെ കുറവാണ് വലിയ സംഭവത്തിൽ ഡെയിലി വരുന്ന രാത്രി പകലും കണ്ടിന്യൂട്ട് സമയം വീട്ടിൽ അത് ചെയ്യുന്നു അതിലേക്ക് കൊണ്ടുപോകാതെ അടിയന്തര ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഈ വെള്ളക്കെട്ട് ശുദ്ധീകരണം അതുപോലെ ഫ്ലോട്ടിങ് വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്രോഗ്രാമിംഗ് സെഷൻ നേരത്തെ അവിടെ ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് നേരത്തെ ചെയ്തിരുന്നതുപോലെ എല്ലാ വീടുകളിലും ആവിഷ്കരിക്കുന്നത് എന്നാലാണ് നമുക്ക് ഈ സാങ്കേതിക രോഗങ്ങളിൽ ജന്മം രക്ഷിക്കുന്നത് ഒരു ഡെങ്കിപ്പനി വന്നാൽ സാമാന്യ വീടുകളിൽ അറിയാതെ ഒരാൾക്ക് വന്നത് മിനിമം ഒരു 30,000 രൂപ ഡെങ്കിപ്പനി വന്നത് ആ കുടുംബത്തിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ എത്ര ചെയ്താലും ഇത് ഉണ്ടാകില്ല എന്ന്